പുതിയ സിം കണക്ഷൻ എടുക്കുന്നതിന് മുമ്പും നിലവിലുള്ള സിം മറ്റൊരു നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്യുന്നതിന് മുമ്പും നിങ്ങളുടെ പ്രദേശത്ത് ഏത് കമ്പനിയുടെ നെറ്റ്വർക്കിനാണ് 4G ഉള്ളത് 5G ഉള്ളത് അതുപോലെ തന്നെ ഏത് കമ്പനിയുടെ സിം എടുത്താലാണ് നമുക്ക് ഏറ്റവും വേഗതയുള്ള ഇൻ്റർനെറ്റ് ലഭിക്കുന്നത് എന്നൊക്കെ പരിശോധിക്കാൻ സാധിക്കുന്ന ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിനായിട്ട് ആ കമ്പനിയുടെ സിം കാർഡൊന്നും നമ്മുടെ ഫോണിൽ വേണമെന്നില്ല. ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ഏത് കമ്പനിയുടെയും നെറ്റ്വർക്കും പരിശോധിക്കാം. അതുപോലെ തന്നെ ഏത് കമ്പനിക്കാണ് ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് വേഗതയുള്ളത് എന്ന് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് സിം പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതിനായി സഹായിക്കുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് പെർമിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ വേഗത ടെസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷനാണ് ആദ്യത്തെ പേജിലുണ്ടാവുക. വീഡിയോയിലൂടെയും എല്ലാം നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമ്മൾ പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതോ ആയ സിം കാർഡിന് നമ്മുടെ നാട്ടിൽ എത്രത്തോളം ഇൻ്റർനെറ്റിൻ്റെ വേഗതയുണ്ട്, അതിന് 5G 4G ഒക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് നിങ്ങൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ പ്രദേശം ഇത് സ്കാൻ ചെയ്ത് കണ്ടെത്തുന്നതാണ്. ഇനി ഇത് സ്കാൻ ചെയ്ത് വന്ന റിസൾട്ട് നിങ്ങളതല്ല എന്ന് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താലും നിങ്ങളുടെ ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കലി അതിൽ ആഡ് ആകുന്നതാണ്. ഇനി ഇവിടെ മുകളിൽ വലതുഭാഗത്തായിട്ട് വ്യൂ നെറ്റ്വർക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രദേശത്ത് റേഞ്ച് അവൈലബിൾ ആയ മൊത്തം നെറ്റ്വർക്ക് കമ്പനികളുടെയും ഡീറ്റെയിൽസ്, അവരുടെ ഡൗൺലോഡിംഗ് സ്പീഡ് അടക്കം ഇതുപോലെ കാണിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ജിയോനാണ് ഇവിടെ ഇൻ്റർനെറ്റിന് ഏറ്റവും വേഗതയുള്ളത്. ഏറ്റവും കുറവ് BSNL-നാണ്. അതുപോലെ തന്നെ എയർടെലിൻ്റെയും VIയുടെയും ഒക്കെ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. ഇനി നിങ്ങളുടെ പ്രദേശത്ത് ആർക്കൊക്കെ 5G നെറ്റ്വർക്ക് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഓൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വലതുഭാഗത്തുള്ള 2G 4Gൻ്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കിയിട്ട് 5G മാത്രം ടിക്ക് മാർക്ക് നിലനിർത്തിയിട്ട് ബാക്ക് പോകുകയോ സ്ക്രീനിൽ ടച്ച് ചെയ്യുകയോ ചെയ്തിട്ട് വ്യൂ നെറ്റ്വർക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ പ്രദേശത്ത് എയർടെലിനും ജിയോനും മാത്രമേ 5G ഉള്ളൂ. അതിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ വേഗതയും കാണിക്കുന്നുണ്ട്. ജിയോനൊക്കെ ഇവിടെ 300 സംതിങ് ഉണ്ട്. അതായത് എൻ്റെ പ്രദേശത്ത് ജിയോ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഓപ്പറേറ്ററിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയുടെ മാത്രം, ഇപ്പോൾ VIയുടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ 5G ചെക്ക് ചെയ്യാൻ പോവുകയാണ്. VIക്ക് 5G ഉണ്ടോ എന്ന്. എന്നിട്ട് സ്ക്രീനിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലെയാണ് എഴുതി കാണിക്കുക. അവർക്ക് 5G ഇല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഒന്നും കാണിക്കുന്നതല്ല. ഇതുപോലെ നമുക്ക് ഏത് കമ്പനിയുടെയും ഏത് നെറ്റ്വർക്കും ഇതിൽ നിന്ന് ടിക്ക് മാർക്ക് ചെയ്തിട്ട് സിംഗിളായിട്ട് നോക്കാൻ പറ്റുന്നതാണ്. അവരുടെ ഇൻ്റർനെറ്റ് സ്പീഡും കാര്യങ്ങളൊക്കെ ഇതുപോലെ കാണിക്കുന്നതാണ്. 5G ഉണ്ടെങ്കിൽ മാത്രമേ 5Gയിൽ കാണിക്കുകയുള്ളൂ. ഇനി 4G മാത്രമുള്ള നെറ്റ്വർക്ക് ആണെങ്കിൽ നമുക്ക് 4Gയുടെ സ്പീഡും നോക്കാം. അവർക്ക് എന്തൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇതുപോലെ പരിശോധിച്ചിട്ട് നമുക്ക് സിം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.